Hello dear students, welcome to Introduction to Object-Oriented Programming. ഇത് നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ജാവ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു, സെക്കൻഡ് സെമസ്റ്ററിൽ സി പ്രോഗ്രാമിംഗ് പഠിച്ചു. ഇനി ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് ജാവ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, പാസ്സാവാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇതൊരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ്. PBCST 304 എന്നാണ് ഇതിൻ്റെ കോഡ്. പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ് ഈ ഒരു സബ്ജക്റ്റ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് ഇതിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കോഴ്സ് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, PBCST 304 കോഴ്സ് കോഡ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് വീക്കിലി 3 ഹവറാണ് ഉണ്ടാവുക. ലെക്ചർ ഹവർ 3 അവർ. ഇവിടെ LTPR എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. L എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. L എന്ന് പറഞ്ഞാൽ ലെക്ചർ ഹവേഴ്സ് ആണ്. അത് വീക്കിലി നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന് 3 ഹവേഴ്സ് ആണ് കിട്ടുക. അതെല്ലാ കോളേജിലും അത് തന്നെ ആവും വരിക. പിന്നെ ഇതിന് ട്യൂട്ടോറിയൽ ഹവർ ഒന്നുമില്ല. T എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ് അല്ലേ. T എന്ന് പറഞ്ഞാൽ 0 ആണ്, P 0 ആണ്, R 0 ആണ്. അതായത് പ്രൊജക്റ്റായിട്ട് ചെയ്യാനുള്ള ഹവർ ഇല്ല, റിസർച്ച് വർക്ക് ഇല്ല. ലെക്ചർ ഹവേഴ്സ് വീക്കിലി നിങ്ങൾക്ക് 3 ഹവറാണ് കിട്ടുക. ദെൻ ഇതിന് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത് 4 ക്രെഡിറ്റ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് ക്രെഡിറ്റ് വരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവുകയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രീ റിക്വസൈറ്റ്സ് പറയുന്നത് ഒന്നുമില്ല. അതായത് ഈ നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇതിന് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിന് മുമ്പ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രം സ്ക്രാച്ച് ഈ ഒരു സബ്ജക്റ്റ് മൊഡ്യൂൾ 1 നിന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു സബ്ജക്റ്റ് പഠിച്ചിരിക്കണം എന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നത്. കണ്ടിന്യൂസ് ഇൻറ്റേർണൽ എക്സാമിനേഷന് നിങ്ങൾക്ക് 60 മാർക്കാണ് വരിക. നേരത്തെ ഇതുവരെയുള്ള സബ്ജക്റ്റുകൾക്ക് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷന് 40 മാർക്കായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിന് മാത്രം, ബാക്കിയുള്ള സബ്ജക്റ്റൊന്നും അങ്ങനെയല്ല കേട്ടോ, ഈ ഒരു സബ്ജക്റ്റ് പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സ് ആയിട്ടുള്ള സബ്ജക്റ്റിന് മാത്രം കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ മാർക്ക് 60-ലായിരിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ഇവാലുവേഷനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് മാക്സിമം സ്കോർ കോളേജിൽ നിന്ന് തന്നെ മാർക്ക് മേടിക്കാൻ പറ്റും. എക്സ്റ്റേണൽ എക്സാമിന്, എൻഡ് സെമസ്റ്റർ എക്സാമിന് 40 മാർക്കേ ഉള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നേരെ തിരിച്ചാണ്. എക്സ്റ്റേണൽ എക്സാം 60-ഉം ഇൻറ്റേർണൽ എക്സാം 40-ഉം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇൻറ്റേർണൽ എക്സാമിന് വെയിറ്റേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ വളരെ സുഖമാണ്. കാരണം ഇവാലുവേഷൻ കോളേജിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു സബ്ജക്റ്റിന് ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യണം. ഇതിൻ്റെ കോഡ് തന്നെ PBCST ആണ് അല്ലേ, പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഒരു ഫൈനൽ ഈ സെമസ്റ്ററിൻ്റെ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയാണ് ഈ ഒരു 60 മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 40 മാർക്ക് മാത്രം നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പാസ്സാവാൻ എത്ര വേണ്ടി വരും? 40 മാർക്കിൻ്റെ 40%, അതായത് 16 മാർക്ക് സ്കോർ ചെയ്താൽ മതി നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന്. ഈ സബ്ജക്റ്റ് പാസ്സാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര സ്കോർ ചെയ്യേണ്ടി വരും നിങ്ങൾ? 24 അല്ലേ. അപ്പോഴല്ലേ 40% ആവുക. ഓക്കെ, ദെൻ എക്സാം ഡ്യൂറേഷൻ വരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാം ഡ്യൂറേഷൻ വരുന്നത് 2 ഹവേഴ്സ് 30 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പക്ഷേ തിയറി ഓറിയൻറ്റഡ് അല്ല, കുറച്ച് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിലബസ് ഓവർവ്യൂ. ഇനി സിലബസിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ മാർക്കിംഗ് സ്കീം വരുന്നത് അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ടായിരിക്കും. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ടായിരിക്കും. അത് ബേസ്ഡ് ഓൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 90 എബോവ് അല്ലെങ്കിൽ 85 എബോവ് ആണെങ്കിൽ 5 മാർക്ക്, പിന്നെ അങ്ങനെ താഴോട്ട് കുറഞ്ഞു വരും. അതൊക്കെ സാധാരണ സബ്ജക്റ്റിലുള്ള പോലെ തന്നെയാണ്. പ്രൊജക്റ്റിന് നിങ്ങൾക്ക് ഇവിടെ 30 മാർക്ക് ഉണ്ട്. പ്രൊജക്റ്റിന്
30 മാർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു പ്രൊജക്റ്റ് ബേസ്ഡ് കോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൻ്റെ എൻഡിൽ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ മാർക്കൊക്കെ ഉണ്ട്. നിങ്ങളെ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റിന് 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാക്സിമം. ഇതിന് സാധാരണ പോലെ തന്നെ സീരീസ് 1 എക്സാം ഉണ്ടായിരിക്കും, സീരീസ് 2 എക്സാം ഉണ്ടായിരിക്കും. മിക്ക കോളേജുകളിലും 50 മാർക്കിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ 50 മാർക്കിനെ 12.5 കൺവേർട്ട് ചെയ്യും. അപ്പോൾ 2 സീരീസിനും കൂടി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 25 അല്ലേ? 25 പ്ലസ് ഇവിടെ പ്രൊജക്റ്റിൻ്റെ 30 മാർക്ക് പ്ലസ് 5 മാർക്ക്, അങ്ങനെ 60 മാർക്കാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സാമിൻ്റെ മാർക്കായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റേർണൽ എക്സാം. ഇനി എക്സ്റ്റേണൽ എക്സാം നോക്കിക്കഴിഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെ ആയിരിക്കും? നിങ്ങൾക്ക് 2 പാർട്ടാണ് ഉണ്ടാവുക. പാർട്ട് എ ഉണ്ടായിരിക്കും, പാർട്ട് ബി ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് ഈ ഒരു സിലബസിൽ വരുന്നത്, ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്. അപ്പോൾ ഈ 4 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. 2 മാർക്ക്. സോ അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ ആയി. ഈ 8 ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചാണെന്നെങ്കിൽ 16 മാർക്ക്. സോ പാർട്ട് എയിൽ നിങ്ങൾക്ക് 16 മാർക്കാണ് ഉണ്ടായിരിക്കുക. ഇനി പാർട്ട് ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ ഔട്ട് ഓഫ് വിച്ച് 1 ക്വസ്റ്റ്യൻ ഷുഡ് ബി ആൻസേർഡ്. അതായത് ഓറായിരിക്കും, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ആൻസർ ചെയ്തിരിക്കണം പാർട്ട് ബിയിൽ. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 2 സബ് ഡിവിഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എസ് എ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനകത്ത് സബ് ഡിവിഷനായിട്ട് എയും ബിയും ആയിട്ട് മാക്സിമം 2 വരാൻ പാടുള്ളൂ. അതിൽ താഴോട്ട് വരാം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അതിന് കംപ്ലീറ്റ് എത്ര മാർക്ക് ഉണ്ടായിരിക്കും? 6 മാർക്ക്. അതായത് ഓരോ എസ് എക്കും 6 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 മാർക്സ്. അങ്ങനെ 4 × 6 24 മാർക്സ്. സോ 24 പ്ലസ് 16 പ്ലസ് 24 ദാറ്റ്സ് ഈക്വൽ ടു 40. ഇങ്ങനെയാണ് നിങ്ങളെ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ മാർക്ക് വരുന്നത്. ഇനി നമ്മൾ ഈ സിലബസിൽ എന്തൊക്കെയാണ്, ഈ സബ്ജക്റ്റിൻ്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ജാവ ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് ആണ്. എങ്ങനെ ഒരു ജാവ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യും, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യുമ്പോൾ എന്തെല്ലാം എൻവയോൺമെൻ്റ് ആണ് വരുന്നത്, പിന്നെ അതിന് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണ്. ഈ ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ പൈത്തണിലും സിയിലൊക്കെ പഠിച്ചതായിരിക്കും. പിന്നെ ജാവ വെർച്വൽ മെഷീൻ എന്താണ്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്താണ്, പിന്നെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക് ഓപ്പറേറ്റർ, ബിറ്റ് വൈസ്, റിലേഷണൽ, ബൂളിയൻ, അതൊക്കെ ഓൾറെഡി നിങ്ങൾ സിയിലും പൈത്തണിലൊക്കെ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ സി പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് ജാവ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വളരെ സിമ്പിളായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 60% കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവിടെ പഠിച്ചിട്ടുള്ള അതേ സിൻടാക്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം, ചില കാര്യങ്ങളിൽ മാത്രമേ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ സി പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് ജാവ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്പറേറ്റേഴ്സ്, അരിത്മെറ്റിക്, ബിറ്റ് വൈസ്, റിലേഷണൽ, ബൂളിയൻ, ലോജിക്കൽ, അസൈൻമെൻറ്റ്, കണ്ടീഷണൽ ഓർ ടെർണറി ഓപ്പറേറ്റർ, അതുപോലെ ഓപ്പറേറ്റർ പ്രസിഡൻസ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈഫ്, അതുപോലെ എൽസ്, ഈഫ് എൽസ്, വൈല്, ഡു വൈല്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ഇവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഒരു സിൻടാക്സിൽ യാതൊരു വ്യത്യാസം, ചെറിയ ചില സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെയും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഫങ്ഷൻസ് എങ്ങനെ എഴുതാം, കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്, ഇതും സിയിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും. പിന്നെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് ഇവിടെ പുതിയൊരു ടോപ്പിക്കാണ്. അതുപോലെ ക്ലാസ് അബ്സ്ട്രാക്ട്, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഒരു പുതിയൊരു ടോപ്പിക്കാണ്. അത് ജാവ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ പോലെ തന്നെയാണ്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിന് അതിൻ്റെതായ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് അഡീഷണലി ഇവിടെ നിങ്ങൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ക്ലാസ്, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇൻ്റർഫേസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഊപ്പ് കൺസെപ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്സ്,
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്ട്രാ വരുന്നതാണ്. ഇതൊക്കെ തിയറി ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളൂ കേട്ടോ. ഇതൊക്കെ തിയറി പഠിക്കാനുള്ളൂ. ഇതിൻ്റെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ പഠിക്കും. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ജാവ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, സിമ്പിൾ ചെറിയൊരു പ്രോഗ്രാം. അതുപോലെ കീവേഡ് എന്താണ്, ദീസ് കീവേഡ് എന്താണ്, ആക്സസ് മോഡിഫയർ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു മൊഡ്യൂളിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2-നകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. ഒന്ന് പോളിമോർഫിസം, രണ്ടാമത്തത് ഇൻഹെറിറ്റൻസ്. ഈ 2 ടോപ്പിക്, ഈ 2 ഫീച്ചർ, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചറാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. പോളിമോർഫിസത്തിന് 2 ടൈപ്പ് പോളിമോർഫിസം ഉണ്ട്. ഡൈനാമിക് പോളിമോർഫിസം ഉണ്ട്, സ്റ്റാറ്റിക് പോളിമോർഫിസം ഒക്കെ ഉണ്ട്. അതിനൊക്കെ പ്രോഗ്രാമിംഗ് നമുക്ക് പിന്നീട് നോക്കാം. അതുപോലെ ഇൻഹെറിറ്റൻസ്, അത് ഓൾറെഡി നിങ്ങൾ ബയോളജിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത്. അതായത് പാരൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ചൈൽഡിനെ അക്വയർ ചെയ്യുന്ന മെത്തേഡാണ് ഇൻഹെറിറ്റൻസ്. അതേ കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്തും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഒരു പ്രോഗ്രാം ആക്കിയിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ എന്നുള്ളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബസ്, ട്രക്ക് പോലുള്ള വെഹിക്കിൾസൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ പല ഗെയിമുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം റിയൽ വേൾഡിലുള്ള ഒബ്ജക്റ്റുകൾ അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അതിനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻഹെറിറ്റൻസും പോളിമോർഫിസം ഫീച്ചറൊക്കെ വരും അല്ലേ. അതേപോലെ മൊഡ്യൂൾ 3-നകത്ത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ് ആണ് പാക്കേജസ് ആൻഡ് ഇൻ്റർഫേസസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റാണ്. പാക്കേജ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് മൊഡ്യൂൾസ് ആണ്. മൊഡ്യൂൾ എന്താണെന്നുള്ളത് നിങ്ങൾ പൈത്തണിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററിൽ. അതുപോലെ ഇൻ്റർഫേസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, എന്തെങ്കിലും പ്രോഗ്രാമിനകത്ത് എക്സിക്യൂഷൻ ടൈമിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അതുപോലെ ഡിസൈൻ പാറ്റേൺ, നിങ്ങൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ആർക്കിടെക്ചറൽ പാറ്റേൺസ്, ഇതാണ് മൊഡ്യൂൾ 3-നകത്ത് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 നിങ്ങൾ ഫൈനൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പല ടൈപ്പ് സോഫ്റ്റ്വെയർ കണ്ടിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് മൊഡ്യൂൾ 4-നകത്ത് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ മൊബൈലിനകത്തൊക്കെ ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ പെയിൻറ്റ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ. ഇപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ KTUവിൻ്റെ പോർട്ടൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യൂസറിന് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ എന്തുണ്ട്, ഇൻ്റർഫേസുകളുണ്ട്. ടെക്സ്റ്റ് ബോക്സ്, ബട്ടണ്, റേഡിയോ ബട്ടണ്, ചെക്ക് ബോക്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ഫീൽഡിലൂടെയാണ്. യൂസർ നെയിം ഇൻപുട്ട് ചെയ്യുക, പാസ്വേഡ് ഇൻപുട്ട് ചെയ്യാൻ പാസ്വേഡിൻ്റെ ഫീൽഡ് ഉണ്ട്, ദെൻ ഒരു ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഇൻ്റർഫേസുകൾ, യൂസർ ഇൻ്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് പറയുക. അതുപോലുള്ള ഇൻ്റർഫേസുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യും, ഒരു പ്രോഗ്രാം, അതൊക്കെ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുന്നത്. അങ്ങനെ ഇവൻറ്റ് ഹാൻഡ്ലിങ്, സ്ട്രിംഗ് ഫണ്ടമെൻ്റൽസ്, ഇതൊക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എത്രയാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് വരുന്നത് ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്. ഡാറ്റാബേസ് എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ടേബിൾ ഫോർമാറ്റിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡാറ്റാബേസ്. ഇപ്പോൾ ഡാറ്റാബേസിനകത്ത് കുറേ ടേബിൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ KTUവിൻ്റെ പോർട്ടലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങളെ ഡീറ്റെയിൽസ് അവിടെ പോർട്ടലിൽ ഓൾറെഡി ലോഡാണ്. അപ്പോൾ ആ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അവിടെ കുറേ ടേബിൾ ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ റിട്രീവ് ചെയ്യാനും അങ്ങോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. SQL ക്വറീസ് എന്നാണ് പറയുക, SQL സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ SQL ക്വറീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ, ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാനാണ് 4th മൊഡ്യൂളിൽ പഠിക്കുന്ന 3ാമത്തെ ടോപ്പിക്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ സിലബസ് കണ്ടന്റ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് നോക്കാം.
ഒന്ന് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ജാവ ഓപ്പ് കൺസെപ്റ്റ് ടു ഡെവലപ്പ് എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ വെബ് ആപ്ലിക്കേഷൻസ് മൊബൈൽ ആപ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് പഠിക്കുന്നത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കും. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ, എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ, ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ, മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തതും ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ആണ്. ടു ഡെവലപ്പ് റീയൂസബിൾ, മെയിൻറ്റനബിൾ ആൻഡ് സ്കെയിലബിൾ സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓൾറെഡി ഉള്ള ഒരു ഫീച്ചറിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. പാരൻറ്റിൻ്റെ ഫീച്ചറിനെ ചൈൽഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി കോഡ് ഡെവലപ്ഡ് ആണ്, അതിനൊന്ന് എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ റീയൂസ് ചെയ്യാണ്. സോ റീയൂസബിൾ കോഡ് ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റനബിൾ കോഡ് ഡെവലപ്പ് ചെയ്യാനും സ്കെയിലബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെയാണ് ഇൻഹെറിറ്റൻസും പോളിമോർഫിസും ഒക്കെ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ പാക്കേജസ് ആൻഡ് എക്സെപ്ഷൻസ് ആണ്. ടു ഹാൻഡിൽ റൺ ടൈം എറേഴ്സ് എഫക്റ്റീവ്ലി. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും റണ്ണിങ് ടൈമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അബ്നോർമലി സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് യൂസറിന് ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാം. ഇന്ന കോസ് കൊണ്ട് ഈ പ്രോഗ്രാം എറർ വന്നിട്ടുണ്ടെന്നുള്ളൊരു ചെറിയൊരു ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള വേറെ കോഡ് ഡെവലപ്പ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും കോഡ് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ, സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ, മെയിൻ്റനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിലുള്ള ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ ഓൾറെഡി പറഞ്ഞു, ടു ഡെവലപ്പ് GUI ആപ്ലിക്കേഷൻസ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് പറയുക, അതിൻ്റെ ഷോർട്ട് ഫോം. ഈ ടേം നിങ്ങൾ ഇനി പല സ്ഥലത്തും യൂസ് ചെയ്യേണ്ടി വരും. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, GUI. അതുപോലെ തന്നെ ടു ഡെവലപ്പ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ്. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളിനി ഞാൻ പറഞ്ഞു, ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻഡിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ പ്ലാൻ ചെയ്യേണ്ടി വരും. എന്ത് ടോപ്പിക്ക് നിങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും, എന്തെല്ലാം ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും, ഏതൊക്കെ ടേബിൾസ് യൂസ് ചെയ്യേണ്ടി വരും, ഏത് ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഒരു ഫോർത്ത് മൊഡ്യൂളിലെ ആക്ച്വലി അതിൻ്റെ അത് വരുന്നുള്ളൂ. അപ്പോൾ പ്ലാനിങ്ങിന് നിങ്ങൾക്ക് നേരത്തെ തുടങ്ങാം, പക്ഷെ കോഡിങ്ങിന് നിങ്ങൾക്ക് ഏകദേശം ഫോർത്ത് മൊഡ്യൂളൊക്കെ ആകുമ്പോൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം അതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് വെക്കാം. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ അടുത്ത സ്റ്റെപ്പ് കോഡിംഗ് ആണ്. അപ്പോൾ കോഡിങ് നിങ്ങൾക്ക് ഏകദേശം നാലാമത്തെ മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. മൂന്നാമത്തെ മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ പ്രൊജക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ സിസ്റ്റം നിങ്ങൾക്ക് ജാവയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും. ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാൻ, പേഷ്യൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾ ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ഡാറ്റാബേസ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ബുക്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ടി വരും, അവിടെ വരുന്ന യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. ലെൻഡിങ്, ഇഷ്യൂ അത് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള കോഡ് വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഡാറ്റാബേസിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഏത് ടൈപ്പ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് റിസർവേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇനി പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. നിങ്ങൾ ഇനീഷ്യലി ഒരു ടോപ്പിക്ക് കൊടുക്കേണ്ടി വരും, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇനി പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ പാസ്സാവാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സി പ്രോഗ്രാമിംഗ് പഠിച്ച ഒരാൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് ഒരു 60% കാര്യങ്ങളും അതേ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇതിനകത്ത്, സിൻടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.